പരുന്തുംപാറയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണെന്ന് നിങ്ങൾക്കറിയാം. പരുന്തുംപാറയിൽ അനധികൃതമായി കുരിശു വെച്ചതിന് ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫിനെതിരെ കേസെടുത്തു. പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്രിമിനൽ കേസാണ് ഇത്. നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണങ്ങൾ നടത്തിയതിനാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി നമുക്ക് ബിന്നിൽ ഒപ്പം ചേരുന്നുണ്ട്. ബിന്നിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഏത് തരത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? മോത്തി, പരുന്തുംപാറയിൽ നേരത്തെ നിരോധനാജ്ഞ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. ആ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പരുന്തുംപാറയിൽ സജിത് ജോസഫ് നടത്തി എന്നതാണ് റവന്യൂ വകുപ്പിന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ എന്നതാണ്. ആ നിർമ്മാണ പ്രവൃത്തി എന്നത് കുരിശാണ്. കുരിശ് അവിടെ സ്ഥാപിച്ചിരുന്നു. ആ കുരിശ് അവിടെ നിന്ന് ഇന്നലെ രാത്രി പൊളിച്ചു നീക്കിയ ശേഷമാണ് റവന്യൂ അധികൃതർ, അതായത് പീരുമേട് LR തഹസിൽദാർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ FIR വന്നിരിക്കുന്നത്. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാതൃഭൂമി ന്യൂസ് ഫെബ്രുവരി അവസാന വാരമാണ് പുറത്തുവിട്ടത്. അതിനുശേഷമുള്ള ആദ്യത്തെ ക്രിമിനൽ കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാത്തത് എന്ത് എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കുരിശ് വന്നപ്പോൾ അത് റവന്യൂ വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. കാരണം മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ അവിടെ കുരിശുണ്ടായിരുന്നില്ല. SITയുടെ പരിശോധന നടക്കുമ്പോൾ അവിടെ കുരിശുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് ആ നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അടിയന്തരമായി വന്ന് ആ കുരിശ് പൊളിച്ചു നീക്കി മാനം രക്ഷിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചത്. ആ നടപടിക്ക് പിന്നാലെ സജിത് ജോസഫിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായും റവന്യൂ വകുപ്പിന് പോകേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടുള്ള സർവേ, റവന്യൂ രേഖകളുടെ പരിശോധനകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതിനുശേഷം ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് പറയുന്നത്. എന്തായാലും 10 മാസം മുൻപ് തന്നെ താലൂക്ക് സഭ ഇവിടുത്തെ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം, ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യം റവന്യൂ വകുപ്പിന് മുന്നിൽ വച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും ശക്തമായ ഒരു നടപടിയിലേക്കും റവന്യൂ വകുപ്പ് പോയിരുന്നില്ല. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട്. ഹൈക്കോടതി പരുന്തുംപാറ റിപ്പോർട്ട് പരിഗണിക്കുകയാണ്. അതായത് IG K സേതുരാമന്റെ പ്രത്യേക സംഘം അവർ സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസാണ് പുറത്തേക്ക് വിട്ടത്. ആ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് വരുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ എന്തായിരിക്കും റവന്യൂ വകുപ്പിന്റെ വിശദീകരണം എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. കോടതി ഏത് രീതിയിലായിരിക്കും ഇനി ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ നിർദ്ദേശിക്കുക? ഇതുവരെ മൂന്നാർ പ്രത്യേക ബെഞ്ച് മൂന്നാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേ രീതിയിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള തുടർ നടപടികളും പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരുന്തുംപാറയിലെ ആ കേസ് പരിഗണിക്കുകയും ചെയ്യും. ശരി ബിനിൽ.